2024 ജൂൺ 6 വളരെ വേദനാജനകമായ ഒരു സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത വന്നു. അനുഭവസമ്പന്നരായ 22 ട്രക്കർമാർ ഉത്തരാഖണ്ഡിലെ സഹസ്രതാൽ കയറി അവരുടെ ബേസ് ക്യാമ്പിലേക്ക് മടങ്ങുകയായിരുന്നു. പെട്ടെന്ന് കാലാവസ്ഥ മോശമാവുകയും കനത്ത മഞ്ഞുവീഴ്ച, കട്ടിയുള്ള മൂടൽമഞ്ഞ്, ആലിപ്പഴം എന്നിവ കാരണം അവർക്ക് വൈറ്റ് ഔട്ട് സാഹചര്യം നേരിടേണ്ടി വരികയും ചെയ്തു. അതായത് അവരുടെ മുന്നിൽ ഒരു വെളുത്ത മറ വീണു. കാഴ്ചശക്തി പൂർണ്ണമായും ഇല്ലാതെയായി. അവരുടെ ട്രെക്കിംഗ് ഗിയറും ഭക്ഷണ സാധനങ്ങളും ലാംബാതാളിലെ ക്യാമ്പ് സൈറ്റിൽ സപ്പോർട്ട് സ്റ്റാഫിനൊപ്പമായിരുന്നു. ഈ മോശം കാലാവസ്ഥ കാരണം പിന്നിലുണ്ടായിരുന്ന സപ്പോർട്ട് സ്റ്റാഫുമായി അവരുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. കനത്ത മഞ്ഞുവീഴ്ചയ്ക്കിടയിൽ ഒരു പാറയുടെ താഴെ ഭക്ഷണവും വെള്ളവുമില്ലാതെ തണുത്തു വിറച്ച് അവർ അവിടെയിരുന്നു. അടുത്ത ദിവസം രാവിലെ ടീം വന്ന് രക്ഷിക്കുമെന്നൊരൊറ്റ പ്രതീക്ഷ മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. എന്നാൽ അടുത്ത ദിവസം ലാംബാതാളിലെ ക്യാമ്പ് സൈറ്റിൽ കുടുങ്ങിയ സപ്പോർട്ട് സ്റ്റാഫ് ജില്ലാ ഭരണകൂടത്തിൻ്റെ സഹായത്തോടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചപ്പോൾ അവർ കണ്ടെത്തിയത് ഈ 22 പേരടങ്ങുന്ന ഗ്രൂപ്പിലെ 5 പേരുടെ മൃതദേഹങ്ങൾ കട്ടിയുള്ള മഞ്ഞിനടിയിൽ മൂടിപ്പോയതാണ്. ഇത്ര പരിചയസമ്പന്നരായിട്ട് പോലും അവർ കുടുങ്ങിപ്പോയി. നിങ്ങളിപ്പോൾ കേട്ടത് ഒരു പ്രകൃതി ദുരന്തമാണ്. അതിൻ്റെ പിടിയിൽ ഓരോ വർഷവും 100 കണക്കിന് ട്രക്കർമാർ അകപ്പെടുന്നു. എന്നാൽ ഹിമാലയത്തിലെ നിബിഡമായ മലനിരകളിൽ ട്രക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ട്രക്കർമാർക്ക് ചില സംഭവങ്ങൾ നേരിടേണ്ടി വരും. അത് ശാസ്ത്രത്തിനോ യുക്തിക്കോ വിശദീകരിക്കാൻ കഴിയില്ല. അപ്പോഴാണ് അതിന് അതീന്ദ്രിയ അനുഭവങ്ങൾ എന്ന പേര് നൽകുന്നത്. ഇന്നത്തെ സംഭവം ഒരു ട്രക്കർ ഗ്രൂപ്പിൻ്റേതാണ്. ഇത് കേട്ടുകഴിഞ്ഞാൽ ഹിമാലയ വനങ്ങളിൽ സഞ്ചരിക്കുന്ന മാസ്മരിക ശക്തികളിലുള്ള നിങ്ങളുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകും. എന്നാൽ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. നല്ല അടിപൊളി കഥയാണ്, മടി കാണിക്കരുത്. നേരെ കഥയിലേക്ക്. ഇത് രഞ്ജിത്തിൻ്റെ കഥയാണ്. അദ്ദേഹം ഡെറാഡൂണിൽ താമസിക്കുകയും അവിടുത്തെ ഒരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നു. രഞ്ജിത്തിൻ്റെ വീട് പൗരി ഗർവാളിലെ ഒരു മലമ്പ്രദേശത്താണ്. കുട്ടിക്കാലത്ത് ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. ഇതിനോടൊപ്പം തന്നെ രഞ്ജിത്തിന് ഉയർന്ന മലമ്പ്രദേശങ്ങളിൽ ട്രെക്കിംഗ് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഡെറാഡൂണിൽ താമസിക്കുമ്പോൾ അവധി ലഭിക്കുമ്പോഴെല്ലാം രഞ്ജിത്ത് അടുത്തുള്ള മലനിരകളിലേക്ക് ട്രെക്കിങ്ങിനായി പോകുമായിരുന്നു. എന്നാൽ രഞ്ജിത്തിൻ്റെ അടുത്ത ട്രെക്കിംഗ് യാത്രയിൽ അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവം ഉണ്ടായി. 2023 ഒക്ടോബറിലെ കാര്യമാണ്. ഒരു വൈകുന്നേരം രഞ്ജിത്ത് ഡെറാഡൂണിൽ തൻ്റെ ബൈക്കിൽ ക്യാമ്പിംഗ് സാധനങ്ങൾ കയറ്റിവെച്ചു. ഏകദേശം 50 കിലോമീറ്റർ യാത്ര ചെയ്ത് ഋഷികേശിലെത്തിയ ശേഷം രഞ്ജിത്ത് ഒരു ഹോസ്റ്റൽ ബങ്ക് ബെഡെടുത്തു. അടുത്ത ദിവസം രാവിലെ ഋഷികേശിൽ നിന്ന് 50 കിലോമീറ്റർ കൂടി മുന്നോട്ട് യാത്ര ചെയ്ത അദ്ദേഹം ആ ട്രെക്കിംഗ് ആരംഭിക്കേണ്ട ഗ്രാമത്തിലെത്തി. നിലവിൽ ആ ഗ്രാമത്തിൻ്റെ പേര് തൽക്കാലം വെളിപ്പെടുത്താൻ നിർവാഹമില്ല. നമുക്ക് തൽക്കാലം ആ സ്ഥലത്തിനെ ജഗത്നാഥ് എന്ന് വിളിക്കാം. ഒരു ബേസ് വില്ലേജാണ്. അവിടെ നിന്നും 18 കിലോമീറ്റർ ട്രെക്ക് ചെയ്താൽ രഞ്ജിത്തിന് കൊടുമുടിയിലെത്താൻ കഴിയും. കൊടുമുടിയിൽ നിന്ന് തൃശ്ശൂർ, നന്ദാദേവി, ചൗക്കമ്പ കൊടുമുടികളുടെ 360 ഡിഗ്രി കാഴ്ച കാണാൻ സാധിക്കും. വാസ്തവത്തിൽ ഈ മുഴുവൻ ട്രെക്കിംഗ് പാതയും പണ്ട് കാലത്ത് ആളുകൾ ദേവപ്രയാഗിലേക്ക് പോകാൻ ഉപയോഗിച്ചിരുന്നതാണ്. ഇന്നത്തെ കാലത്ത് ദേവപ്രയാഗിലെത്താൻ നല്ലൊരു ഹൈവേ ഉണ്ട്. എങ്കിലും ആട്ടിടയന്മാർ അവരുടെ ആടുകളെയും കോലാടുകളെയും കൊണ്ട് ഇന്നും ഈ വഴിയിലൂടെ ദേവപ്രയാഗിലേക്ക് പോകാറുണ്ട്. ഈ 18 കിലോമീറ്റർ ട്രെക്കിംഗ് രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. രാവിലെ 8 മണിക്ക് അദ്ദേഹം ട്രെക്കിംഗ് ആരംഭിച്ചു. 7-8 മണിക്കൂറിനുള്ളിൽ കൊടുമുടിയിലെത്താൻ കഴിയുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. അവിടെ രാത്രി ക്യാമ്പ് ചെയ്യുകയും അടുത്ത ദിവസം രാവിലെ തിരികെ ഋഷികേശിലേക്ക് മടങ്ങുകയും ചെയ്യാമെന്നതായിരുന്നു പ്ലാൻ. എന്നാൽ പലപ്പോഴും പ്രകൃതിയുടെ മുന്നിൽ നമ്മുടെ പദ്ധതികൾ പാഴായി പോകാറുണ്ട്. ജഗത്നാഥ് ഗ്രാമത്തിലെ ഒരു അമ്പലത്തിൻ്റെ സമീപം അദ്ദേഹം തൻ്റെ മോട്ടോർ സൈക്കിൾ പാർക്ക് ചെയ്ത ശേഷം ട്രെക്കിംഗ് തുടങ്ങി. ഈ പാത മുഴുവനും ബുരാൻസ്, പൈൻ, ഓക്കുമരങ്ങൾ നിറഞ്ഞതായിരുന്നു. രഞ്ജിത്ത് ട്രെക്കിംഗ് ആരംഭിച്ച് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിരുന്നു. ഗ്രാമം കടന്ന് നിബിഡമായ വനത്തിലൂടെ നടക്കുമ്പോൾ മുന്നിലൊരു മാഗി പോയിന്റ് കണ്ടു. രാവിലെ രഞ്ജിത്ത് പ്രഭാത ഭക്ഷണം കഴിച്ചിരുന്നില്ല. അതിനാൽ അവിടെ നിന്നും ചായയും മാഗിയും കഴിച്ച ശേഷം ട്രെക്കിംഗ് തുടരാമെന്ന് അദ്ദേഹം കരുതി. മാഗി പോയിന്റിൽ ഒരു നേപ്പാളി അങ്കിളും ആൻറ്റിയും ചായ, മാഗി, ബൺ എന്നിവ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവരുടെ കടയുടെ പുറത്തിരിക്കാൻ ബെഞ്ചുകളുണ്ടായിരുന്നു. രഞ്ജിത്ത് അവിടെ എത്തിയപ്പോൾ കടയുടെ ഏറ്റവും ഉള്ളിൽ ഒരു സ്റ്റൂളിൽ ഒരു അഘോരി ബാബ ഇരിക്കുന്നത് കണ്ടു. ബാബ അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. രഞ്ജിത്ത് അദ്ദേഹത്തെ കണ്ട് നമസ്കരിച്ചു. എന്നിട്ട് പുറത്തെ ബെഞ്ചിലിരുന്നു. രഞ്ജിത്ത് തനിക്കായി മാഗിയും ചായയും ഓർഡർ ചെയ്തു. മാഗി ഉണ്ടാക്കുമ്പോൾ രഞ്ജിത്തും അഘോരി ബാബയും തമ്മിൽ സംഭാഷണം ആരംഭിച്ചു. മോനെ, എവിടെ നിന്നാ വരുന്നേ? എങ്ങോട്ടാ പോകുന്നേ? എന്നൊക്കെ ബാബ അദ്ദേഹത്തോട് ചോദിച്ചു. രഞ്ജിത്ത് തൻ്റെ കാര്യങ്ങളെല്ലാം ബാബയോട് പറഞ്ഞു. അവർ തമ്മിൽ പരസ്പരം പലതും സംസാരിക്കാൻ തുടങ്ങി. അഘോരി ബാബ ആ പ്രദേശത്തെ അമ്പലങ്ങളെക്കുറിച്ചും താൻ ഇന്ത്യയിൽ എവിടെയെല്ലാം സഞ്ചരിച്ചതിനെക്കുറിച്ചും രഞ്ജിത്തിനോട് സംസാരിച്ചു.
ഈ സംസാരം ഏകദേശം 15-20 മിനിറ്റ് തുടർന്നു. അപ്പോഴാണ് ആ മാഗി പോയിന്റിൻ്റെ അടുത്തേക്ക് മറ്റൊരു ട്രക്കർ ഗ്രൂപ്പ് വന്നത്. ആ ഗ്രൂപ്പിൽ 2 പെൺകുട്ടികളും ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. അവരും അവിടെ പ്രഭാത ഭക്ഷണം കഴിക്കാനിരുന്നു. ഇതോടെ രഞ്ജിത്തും അഘോരി ബാബയും പിന്നെ ആ ട്രക്കർ ഗ്രൂപ്പും തമ്മിൽ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ഈ ട്രക്കർ ഗ്രൂപ്പിലെ ചെറുപ്പക്കാരൻ്റെ പേര് പീയൂഷ് എന്നും 2 പെൺകുട്ടികളുടെ പേര് അതിഥി എന്നും സന എന്നുമായിരുന്നു. അവരും ഋഷികേശിലെ ഒരു ഹോസ്റ്റലിൽ വെച്ചാണ് പരിചയപ്പെട്ടതും ഒരുമിച്ച് ട്രക്കിങ്ങിന് പുറപ്പെട്ടതും. ഇതിനിടയിൽ അഘോരി ബാബ അവനോടൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ എത്തേണ്ട കുടമടിക്ക് 20 മീറ്റർ മുമ്പായി 1/2 കിലോമീറ്ററോളം നീളമുള്ള ഒരു നിബിഡമായ വനമുണ്ട്. അവിടെ നല്ല ഇരുട്ടായിരിക്കും. പകൽ സമയത്ത് പോലും മരങ്ങളുടെ കട്ടി കാരണം സൂര്യരശ്മി താഴെ എത്തുകയില്ല. ആ ഭാഗം തുടങ്ങുന്നതിന് മുമ്പ് മുന്നോട്ട് നിബിഡമായ വനമാണ്. ശ്രദ്ധിച്ചു പോവുക എന്നെഴുതിയ ഒരു സൈൻ ബോർഡ് കാണും. നിങ്ങൾ ആ 1/2 കിലോമീറ്റർ ഭാഗം ഒരുമിച്ച് കടക്കണം. ആരും പരസ്പരം അകന്നു പോകരുത്. ഇതെല്ലാം പറഞ്ഞ ശേഷം അഘോരി ബാബ എഴുന്നേറ്റ് നേപ്പാളി അങ്കിളിനും ആൻറ്റിക്കും ചായയുടെ പണം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ രഞ്ജിത്ത് ഇടപെട്ടു. ബാബ നിങ്ങൾ കൊടുക്കണ്ട, ഞാൻ കൊടുക്കാം. ബാബ പറഞ്ഞു, ഇവിടെ നിന്ന് 100 മീറ്റർ താഴെ എൻ്റെ ഒരു കുടിലുണ്ട്. അവിടെ ഞാൻ ഭൈരവ ബാബയുടെ ആരാധന നടത്തുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ അവിടെ വരെ വരാം, ദർശനം നടത്താം. രഞ്ജിത്ത് മറ്റ് ട്രക്കർ ഗ്രൂപ്പിലുള്ളവരോടും ദർശനത്തിന് വരാൻ പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ അഘോരി സനയുടെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു, ആ പെൺകുട്ടി വരണ്ട. സന വളരെ കടുപ്പമുള്ള സുഗന്ധദ്രവ്യം അത്തർ പൂശിയിരുന്നു. ഇത്രയും കടുപ്പമുള്ള മണവുമായി എനിക്ക് അവളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അഘോരി ബാബ പറഞ്ഞു. ഇതിൻ്റെ ഫലമായി സനയോടൊപ്പം വന്ന പീയൂഷും അതിഥിയും പറഞ്ഞു, വേണ്ട രഞ്ജിത്ത്, നീ തന്നെ പോയി ദർശനം നടത്തിവാ, ഞങ്ങളിവിടെ കാത്തിരിക്കാം. തുടർന്ന് രഞ്ജിത്ത് അഘോരി ബാബയോടൊപ്പം താഴെയുള്ള കുടിലിലേക്ക് ഇറങ്ങിപ്പോയി. അദ്ദേഹം അവിടെ എത്തി. ഒരു കുടിലും അതിൻ്റെ മുന്നിൽ ഒരു ചെറിയ അമ്പലവും ഉണ്ടായിരുന്നു. രഞ്ജിത്ത് കൈകൂപ്പി തൊഴുതു. അഘോരി ബാബ തൻ്റെ കുടിലിൻ്റെ ഉള്ളിൽ പോയി. അദ്ദേഹം കിടന്നുറങ്ങുന്ന കട്ടിലിൻ്റെ മെത്തെടുത്തു മാറ്റി. അതിൻ്റെ ഇടയിൽ ഒരു കെട്ട് കറുത്ത നൂലും പിന്നെ ഒരു തരം പ്രസാദം നിലക്കടലയും എടുത്ത് രഞ്ജിത്തിന് നൽകി. രഞ്ജിത്ത് പ്രസാദവും നൂലും എടുത്ത് മാഗി പോയിന്റിലേക്ക് തിരിച്ചു വന്നു. അവിടെ നിന്നും പീയൂഷ്, അതിഥി, സന എന്നിവരോടൊപ്പം അദ്ദേഹം ട്രക്കിംഗ് ആരംഭിച്ചു. ഈ മാഗി പോയിന്റിൽ നിന്നും അവർ ട്രക്കിംഗ് തുടങ്ങിയപ്പോൾ ഒരു നായയും അവരോടൊപ്പം നടക്കാൻ തുടങ്ങി. ചിരിച്ചും തമാശ പറഞ്ഞും അവർ യാത്ര തുടർന്നു. ഇതിൻ്റെ ഇടയിൽ രഞ്ജിത്ത് സനയോട് പറഞ്ഞു, നീ ബാബയുടെ വാക്കുകൾ കാര്യമാക്കണ്ട. അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ടാവും, അതവർ കർശനമായി പാലിക്കും. അതെ, എനിക്കത് മനസ്സിലാവും. ഞാൻ അദ്ദേഹത്തോട് ദേഷ്യമൊന്നും വെച്ചിട്ടില്ല എന്ന് സനയും മറുപടി പറഞ്ഞു. അവരുടെ ട്രക്കിംഗ് കൊടുമുടി 2500 മീറ്റർ ഉയരത്തിലായിരുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയാൻ തുടങ്ങി. അവർ തങ്ങളുടെ ബാഗുകളിൽ നിന്നും ജാക്കറ്റുകൾ എടുത്ത് ധരിച്ചു. അവർ 3 ടെൻറ്റുകളാണ് കൊണ്ടുവന്നിരുന്നത്. രഞ്ജിത്തിൻ്റേത് ഒരാൾക്ക് താമസിക്കാൻ പറ്റുന്നതായിരുന്നു. ബാക്കി പീയൂഷും അതിഥിയും സനയും 2 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ടെൻറ്റുകളായിരുന്നു എടുത്തിരുന്നത്. ഒരു ടെൻറ്റിൽ അതിഥിയും സനയും, മറ്റൊന്നിൽ പീയൂഷും ഒറ്റയ്ക്കും ഉറങ്ങാമെന്നതായിരുന്നു പ്ലാൻ. ജാക്കറ്റിൻ്റെ സിബുകൾ അടച്ചവർ മുന്നോട്ട് പോയി. വൈകുന്നേരം 5 മണിയോടെ അഘോരി ബാബ പറഞ്ഞ സൈൻ ബോർഡ് അവർ കണ്ടു. മുന്നോട്ട് നിബിഡ വനമാണ്, ശ്രദ്ധിച്ചു പോകുക. ഇവിടെ രഞ്ജിത്തും പീയൂഷും അവരവരുടെ ടോർച്ച് ഓൺ ചെയ്തു. ഈ 2 യുവാക്കളും ഇരുവശത്ത് നിന്നു. അവർ സനയെയും അതിഥിയെയും നടുക്ക് നിർത്തി. അവരുടെ കൂടെ വന്ന നായ മുന്നിൽ നടന്നു. നായയെ പിന്തുടർന്നവർ വനത്തിലേക്ക് പ്രവേശിച്ചു. ഈ 1/2 കിലോമീറ്റർ നീളമുള്ള പാത തീർത്തും കൂരിരുട്ടായിരുന്നു. എല്ലാവരും പരസ്പരം കൈകോർത്ത് മുന്നോട്ട് നടന്നു. ആ 1/2 കിലോമീറ്റർ ഭാഗം അവർ കടന്നയുടൻ മുന്നിൽ നടക്കുകയായിരുന്ന നായ തിരിഞ്ഞവരെ നോക്കി മുരണ്ടുകൊണ്ട് നിന്നു. അത് കുരയ്ക്കുകയായിരുന്നില്ല, മുരണ്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആരും ഈ കാര്യത്തിൽ ശ്രദ്ധ നൽകിയില്ല. തണുപ്പ് വളരെയധികം വർദ്ധിച്ചിരുന്നു. 200 മീറ്റർ കൂടി ട്രക്ക് ചെയ്താൽ അവരുടെ ക്യാമ്പ് സൈറ്റ് എത്തുമെന്നായി. അവർ മാഗി കഴിച്ചിരുന്ന സ്ഥലത്ത് വെച്ച് ആ നേപ്പാളി അങ്കിളും ആൻറ്റിയും പറഞ്ഞിരുന്നു, നിബിഡമായ വനം കടന്നാൽ മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാതാകുമെന്ന്. വനത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വരെ ഒരു വരി നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. വൈകുന്നേരം ഏകദേശം 5:30 അവർ ടെൻറ്റ് കെട്ടി തുടങ്ങി. ടെൻറ്റ് കെട്ടിയ ശേഷം രഞ്ജിത്തും പീയൂഷും അടുത്തുള്ള പ്രദേശം ചുറ്റിക്കറങ്ങാൻ പോയി. അവിടെ എന്തെല്ലാമുണ്ട്, വെള്ളം വല്ലതും കിട്ടുമോ എന്നറിയാനായിരുന്നു ആ യാത്ര. അവരുടെ ടെൻറ്റിരിക്കുന്ന സ്ഥലത്ത് നിന്നും 150-200 മീറ്റർ അകലെ ഒരു ചെറിയ കുളം അവർ കണ്ടു. അതൊരു കുഴി പോലെയായിരുന്നു. അതിൽ വെള്ളം നിറച്ചു വെച്ച പോലെ. കുളത്തിൻ്റെ ഈ വശം പാറക്കല്ലുകൾ നിറഞ്ഞതായിരുന്നു. അതിൻ്റെ മറുവശം നിബിഡമായ വനമായിരുന്നു. കുളം കണ്ട ശേഷം അവർ ക്യാമ്പ് സൈറ്റിലേക്ക് മടങ്ങി. തിരികെ എത്തിയപ്പോൾ അവർ കണ്ടത് 2 പെൺകുട്ടികളും അവരുടെ ടെൻറ്റിൻ്റെ പുറത്തിരിക്കുന്നു. കൂടെ വന്ന നായ അവരെ നോക്കി ഉച്ചത്തിൽ മുരളുകയും കുരയ്ക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കുരയുടെ ശബ്ദം അത്ര ഉച്ചത്തിലല്ലായിരുന്നു, പക്ഷെ മുരൾച്ച വളരെ ഉച്ചത്തിലായിരുന്നു. രഞ്ജിത്തും പീയൂഷും തങ്ങളുടെ ടെൻറ്റിൻ്റെ അടുത്തെത്തി. അവർ പറഞ്ഞു, അടുത്ത് തന്നെ ഒരു കുളമുണ്ട്, വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. നമുക്കിവിടെ പരിപ്പും ചോറും ഉണ്ടാക്കാം.
ഭക്ഷണം കഴിച്ച ശേഷം അല്പം എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. എല്ലാവരും കൂടി ഉണങ്ങിയ വിറകുകൾ ശേഖരിച്ചു. രഞ്ജിത്തും പീയൂഷും വിറകുകൾ അടുപ്പിൽ വെച്ച് തീ കത്തിക്കാൻ തുടങ്ങിയപ്പോൾ ആ നായയുടെ കുരയുടെ ശബ്ദം വളരെ ശക്തമായി വർദ്ധിച്ചു. ഇതിനിടയിൽ സന ഒരു കല്ലെടുത്ത് ആ നായയുടെ നേർക്കെറിഞ്ഞു. നായ കൂടുതൽ ഉച്ചത്തിൽ മുരണ്ടു. ഇതിനെവിടുന്ന് ഓടിക്ക്, എനിക്ക് പേടിയാകുന്നു എന്ന് സന രഞ്ജിത്തിനോടും പീയൂഷിനോടും പറഞ്ഞു. എന്താ പറ്റിയേ? അതൊരു നായയല്ലേ, നമ്മുടെ കൂടെ വന്നതല്ലേ, എന്തിനാണ് പേടിക്കുന്നത് എന്ന് പീയൂഷ് ചോദിച്ചു. അപ്പോൾ സന ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു, വേണ്ട, അതിനെ ഓടിക്കണം ഇവിടെ നിന്ന്, എനിക്ക് പേടിയാവുന്നു, എനിക്കതിൻ്റെ മുന്നിലിരിക്കാൻ കഴിയില്ല. അവർക്ക് അത്ഭുതമായി പോയി. സന എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്? നിർബന്ധിതരായി രഞ്ജിത്തും പീയൂഷും ഒരു വടിയെടുത്ത് ആ നായയെ അവിടെ നിന്നും ഓടിച്ചു. ആ നായ അവരുടെ ടെന്റിൽ നിന്നും 100 മീറ്റർ അകലെ എത്തിയപ്പോൾ അത് ടെന്റിന്റെ നേരെ തിരിഞ്ഞു നോക്കി. എന്നിട്ടത് കരയാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ടത് അവർ വന്ന വനത്തിലേക്ക് ഓടിപ്പോയി. രഞ്ജിത്തും പീയൂഷും അത് കണ്ടപ്പോൾ വിഷമിച്ചു പോയി. വെറുതെ അതിനെ ഓടിച്ചു കളഞ്ഞല്ലോ. എന്തായാലും അവർ സനയോട് ചോദിച്ചു, ഇപ്പോൾ സന്തോഷമായോ? അത് പോയല്ലോ. സന ഒന്നും മിണ്ടാതെ നിശബ്ദമായി അവർ തീ കായുന്നതിനായി വെച്ചിരുന്ന വിറകിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. രഞ്ജിത്തും പീയൂഷും വിറകിൽ തീ കത്തിച്ചു. അവർ പാത്രം അടുപ്പിൽ വെച്ചയുടൻ സന പറഞ്ഞു, നിങ്ങളിവിടെ ഇരുന്നോ, ഞാൻ പോയി ഒരു സിഗരറ്റ് വലിച്ചിട്ട് വരാം. ഞാനും നിന്റെ കൂടെ വരാം എന്ന് അതിഥി പറഞ്ഞു. എന്നാൽ സന അത് വേണ്ടെന്ന് പറഞ്ഞു. വേണ്ട, ഞാനൊന്ന് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരിക്കട്ടെ, കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം. സമയം ഏകദേശം 7:30 സന അവിടെ നിന്ന് നടന്ന് കുളത്തിൻ്റെ അടുത്തേക്ക് പോയി. കരയിലിരുന്നു കൊണ്ട് അവൾ സിഗരറ്റ് കത്തിച്ചു. സിഗരറ്റ് വലിക്കുമ്പോൾ ഇടയ്ക്കിടെ സന കാലുകൾ കുളത്തിലെ വെള്ളത്തിൽ മുക്കുകയും എടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സന കുളത്തിൻ്റെ കരയിലിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് അവൾക്ക് പിന്നിൽ നിന്നും അല്പം അകലെയായി അതിഥിയുടെ ശബ്ദം കേട്ടത്. നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലേ, അതുകൊണ്ട് ഞാനും വന്നിരിക്കാമെന്ന് കരുതി. എനിക്കൊരു സിഗരറ്റ് വലിക്കാൻ തോന്നുന്നു എന്ന് പുറകിൽ നിന്നും അതിഥി അവളോട് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് അതിഥി സനയുടെ പിന്നിൽ പോയി നിന്നു. എന്തിനാണ് അവിടെ നിൽക്കുന്നത്, ഇപ്പുറത്ത് വന്നിരിക്കൂ എന്ന് സന പറഞ്ഞു. ആ സമയത്ത് വളരെ മങ്ങിയ നിലാവെളിച്ചമുണ്ടായിരുന്നു. അതിൻ്റെ പ്രതിഫലനം വെള്ളത്തിൽ വീഴുന്നുണ്ടായിരുന്നു. കാഴ്ചകൾ വ്യക്തമായിരുന്നില്ല. അതിഥി വന്ന് സനയുടെ അടുത്തിരുന്നു. സന അവളുടെ നേർക്ക് നോക്കാതെ സിഗരറ്റ് നീട്ടി. അതിഥി അത് വാങ്ങി വലിക്കാൻ തുടങ്ങി. അതിഥി നിശബ്ദമായി അവിടെ ഇരുന്നു. അവൾ സിഗരറ്റ് 7-8 തവണ വലിച്ചു. അതിഥിയുടെ മുടി അഴിച്ചിട്ടിരിക്കുകയായിരുന്നു. സന ചെറുതായി തലതിരിച്ച് അവളോട് പറഞ്ഞു, എല്ലാ സിഗരറ്റും നീ ഒറ്റയ്ക്ക് വലിച്ചു തീർക്കുമോ? ഇങ്ങോട്ട് തരൂ. അതിഥി പെട്ടെന്ന് കയ്യിൽ സിഗരറ്റ് പിടിച്ച് സനയുടെ നേരെ തിരിഞ്ഞു. അപ്പോൾ സന കണ്ട കാഴ്ച അവളെ ഭയപ്പെടുത്തി. അതിഥിയുടെ കണ്ണുകളുടെ ഭാഗം പൂർണ്ണമായും കറുത്ത കുഴികളായിരുന്നു. അതായത് അവൾക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നില്ല. അവളുടെ രൂപം വളരെ ഭീകരമായി തോന്നി. സനയ്ക്ക് ഉച്ചത്തിൽ നിലവിളിക്കാൻ തോന്നി. പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അതിഥി അവളെ നോക്കി വിചിത്രമായി ചിരിച്ചു. അവളുടെ പല്ലുകൾക്കിടയിലെല്ലാം കറുപ്പ് നിറം പടർന്നിരുന്നു. അവൾ മറ്റേ കൈ സനയുടെ നേർക്ക് നീട്ടി അവളുടെ കവിളിൽ തൊട്ടു. കവിളിൽ സ്പർശിച്ചപ്പോൾ വളരെ തണുത്തുറഞ്ഞ ഒരു ദണ്ടുകൊണ്ടാണ് സ്പർശിച്ചതെന്ന് സനയ്ക്ക് തോന്നി. സന അവിടെ കുളത്തിൻ്റെ കരയിൽ തന്നെ വീണുപോയി. സന ക്യാമ്പ് സൈറ്റിൽ നിന്നും കുളത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ക്യാമ്പ് സൈറ്റിലിരുന്നവർ സനയെ വിളിച്ചു. സന ഇങ്ങോട്ട് വരൂ, ഭക്ഷണം തയ്യാറായി. സനയുടെ ഭാഗത്തു നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. നായയെ ഓടിച്ചതിൻ്റെ പേരിൽ സനയ്ക്ക് ദേഷ്യം വന്നതാവാമെന്ന് അവർ കരുതി. അവർ സനയുടെ അടുത്തെത്തി. സന കുളത്തിൻ്റെ കരയിൽ കിടക്കുകയായിരുന്നു. അവർ ഓടിച്ചെന്ന് സനയെ നേരെ കിടത്തി. രഞ്ജിത്ത് കണ്ടത് സനയുടെ പല്ലുകൾ കൂട്ടിയിടിച്ചുപോയ അവസ്ഥയാണ്. രഞ്ജിത്ത് സനയുടെ പല്ലുകൾക്കിടയിൽ വിരലിട്ട് അത് വേർതിരിച്ചു. പീയൂഷ് കുളത്തിൽ നിന്നും കയ്യിൽ വെള്ളമെടുത്ത് സനയുടെ വായിലൊഴിച്ചു. അതിനുശേഷം അവർ സനയുടെ മുഖത്ത് ധാരാളം വെള്ളം തളിച്ചു. അല്പസമയത്തിന് ശേഷം അവളുടെ കണ്ണുകൾ തുറന്നു. കണ്ണു തുറന്നപ്പോൾ മുന്നിൽ പീയൂഷ്, രഞ്ജിത്ത്, അതിഥി എന്നിവർ നിൽക്കുന്നു. അവൾ ഉച്ചത്തിൽ നിലവിളിക്കുകയും അതിഥിയെ നോക്കി വിരൽ ചൂണ്ടി പറയുകയും ചെയ്തു, ഇവളാണ് എന്നെ ബോധം കെടുത്തിയത്, ഇവളാണ് കുറച്ചു മുന്നേ സിഗരറ്റ് ചോദിച്ചു വന്നത്. രഞ്ജിത്തും പീയൂഷും സനയെ ഇരുവശത്തു നിന്നും പിടിച്ചു. സന, നീ എന്താ ഈ പറയുന്നേ? അതിഥി അപ്പോൾ മുതൽ ഞങ്ങളോടൊപ്പം ക്യാമ്പ് സൈറ്റിൽ ഇരിക്കുകയായിരുന്നു. നോക്ക്, ഈ ട്രക്ക് വളരെ ദൈർഘ്യമുള്ളതും ക്ഷീണിപ്പിക്കുന്നതുമാണ്. നിനക്ക് ക്ഷീണം വന്നതാകാം. നമുക്ക് തിരിച്ചുപോയി ഭക്ഷണം കഴിക്കാം, വാ. സനയെ എങ്ങനെയോ സമാധാനിപ്പിച്ച് അവർ ടെൻറ്റ് വെച്ച ക്യാമ്പ് സൈറ്റിലേക്ക് തിരികെ കൊണ്ടുവന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. രഞ്ജിത്ത് സനയ്ക്ക് അവളുടെ ചോറ് വിളമ്പിയപ്പോൾ, ഇത്രയും കൊണ്ട് എനിക്കെന്താവാൻ, കൂടുതൽ തരൂ, എനിക്ക് വല്ലാതെ വിശക്കുന്നു എന്ന് സന പറഞ്ഞു. രഞ്ജിത്ത് തൻ്റെ പകുതി ചോറ് കൂടി സനയുടെ പ്ലേറ്റിൽ വെച്ചു. സന അത് വളരെ വേഗത്തിൽ കഴിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ എല്ലാവരും അമ്പരന്ന് പോയി. ബാക്കിയുള്ളവർ 4-5 സ്പൂൺ മാത്രമാണ് കഴിച്ചത്. അപ്പോഴേക്കും സനയുടെ പ്ലേറ്റിലെ ചോറ് തീർന്നു. അവൾ അതിഥിയെ നോക്കി. നീയാണല്ലോ എന്നെ പേടിപ്പിച്ചത്, നീ നിന്റെ ചോറ് എനിക്ക് തരൂ എന്ന് പറഞ്ഞു. അതിഥിയും അല്പം ഭയന്നുപോയി. അവൾ തൻ്റെ ചോറെടുത്ത് സനയ്ക്ക് കൊടുത്തു. പീയൂഷിൻ്റെ നേർക്ക് തലയാട്ടിയപ്പോൾ പീയൂഷും തൻ്റെ ചോറ് സനയ്ക്ക് നൽകി. സന ആ ചോറെല്ലാം ഒറ്റയ്ക്ക് കഴിച്ചു തീർത്തു.
ബാക്കിയുള്ളവർ 4-5 സ്പൂൺ മാത്രമാണ് കഴിച്ചത്. അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം നല്ല ക്ഷീണമുണ്ടായിരുന്നു എല്ലാവർക്കും. തണുപ്പുള്ളതുകൊണ്ട് കുറച്ച് റം കുടിക്കാമെന്ന് രഞ്ജിത്ത് പറഞ്ഞു. ശേഷം രഞ്ജിത്ത് എല്ലാവർക്കും റം ഉണ്ടാക്കി നൽകി. അവർ ഒരുമിച്ച് ചിയേഴ്സ് പറഞ്ഞു. പക്ഷെ സന ആ റം കുടിച്ചില്ല. അവളുടെ മുടി അഴിച്ചിട്ടിരുന്നു. അവൾ ആ റമ്മിൽ മുടിയുടെ അറ്റം മുക്കി എന്നിട്ടത് വായിലിട്ട് ചവച്ച ശേഷം അഗ്നികുണ്ഡത്തിലേക്ക് തുപ്പാൻ തുടങ്ങി. അവർ ഭക്ഷണം പാകം ചെയ്ത തീയിലേക്ക്. ഇത് കണ്ടപ്പോൾ എല്ലാവരും ഭയന്നുപോയി. സനയ്ക്കെന്തോ പന്തികേടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഇത് കണ്ട രഞ്ജിത്ത് ഉടനെ തന്നെ എല്ലാവരുടെയും മൂഡ് മാറ്റാനായി പാട്ടുപാടി കളിക്കാൻ തുടങ്ങി. ആദ്യം രഞ്ജിത്ത് പാടി, പിന്നെ അതിഥി, അടുത്തത് സനയുടെ ഊഴമായിരുന്നു. സന ആദ്യത്തെ വരി പാടിയപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിപ്പോയി. സനയെ നോക്കാൻ തുടങ്ങി. കാരണം അത് സനയുടെ ശബ്ദമായിരുന്നില്ല. അതേതോ ഒരു സ്ത്രീയുടെ വളരെ കട്ടിയുള്ള ശബ്ദമായിരുന്നു. അതോ മലമ്പ്രദേശങ്ങളിൽ സംസാരിക്കുന്ന ഭാഷയിലാണ് പാടുന്നത്. രഞ്ജിത്ത് ഒരു മലമ്പ്രദേശത്തായതുകൊണ്ട് തന്നെ വളരെ ജാഗരൂകനായി. ഉടൻ തന്നെ പീയൂഷിനോടും അതിഥിയോടും നിങ്ങൾ വേഗം എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുമെന്ന് പറഞ്ഞു. പീയൂഷും അതിഥിയും ഭയന്നതുകൊണ്ട് തന്നെ ഉടൻ തന്നെ രഞ്ജിത്തിൻ്റെ അടുത്തേക്ക് പോയിരുന്നു. അതിനുശേഷം ഇവർ 3 പേരും സനയെ തന്നെ തുറച്ചു നോക്കാൻ തുടങ്ങി. രഞ്ജിത്ത് അവളോട് ചോദിച്ചു, സന, നിനക്ക് എങ്ങനെയാണ് ഈ മലമ്പ്രദേശത്തെ ഭാഷ അറിയാവുന്നത്? നീ ഡൽഹിയിലല്ലേ താമസിക്കുന്നത്? അപ്പോൾ സന തലയുയർത്തി രഞ്ജിത്തിനെ നോക്കി. നീ ഇവരെ രണ്ടുപേരെയും രക്ഷപ്പെടുത്തുന്നു. ഇത്രയും പറഞ്ഞ ശേഷം അവൾ വീണ്ടും പാടാൻ തുടങ്ങി. രഞ്ജിത്ത് ഒരു മലയോര ഗ്രാമത്തിലാണ് ജീവിച്ചതുകൊണ്ട് തന്നെ ഒരാൾക്ക് പ്രേതബാധയുണ്ടായാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തൻ്റെ മുതുമുത്തശ്ശന്മാരിൽ നിന്നും പഠിച്ചിരുന്നു. രഞ്ജിത്ത് തൻ്റെ ആ ആചാരങ്ങൾ ഇവിടെ പിന്തുടർന്നു. തീ കായുന്ന വിറകെടുത്ത് സനയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവനും സനയും തമ്മിൽ അല്പനേരം സംസാരിച്ചു. അതിനുശേഷം സന ശാന്തമായി. ഞാൻ എൻ്റെ ടെൻറ്റിൽ പോയി ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സന തൻ്റെ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോയി. സനയ്ക്കും അതിഥിക്കും ഉറങ്ങാൻ ഒരു ടെൻറ്റാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് രഞ്ജിത്തും പീയൂഷും അതിഥി അവർ തീരുമാനിച്ചു, അതിഥി രഞ്ജിത്തിൻ്റെ ഒരാൾക്ക് കിടക്കാൻ പറ്റുന്ന ടെൻറ്റിൽ ഉറങ്ങും. പീയൂഷും രഞ്ജിത്തും 2 ആൾക്ക് കിടക്കാൻ പറ്റുന്ന പീയൂഷിൻ്റെ ടെൻറ്റിലും ഉറങ്ങാം. അതിഥിക്ക് ഒറ്റയ്ക്ക് ടെൻറ്റിൽ കിടക്കാൻ ഭയമായിരുന്നു. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു, നീ പേടിക്കണ്ട സന, ശാന്തമായിക്കോളൂ, ഞാനത് ചെയ്തിട്ടുണ്ട്, നീ പോയി സുഖമായി ഉറങ്ങിക്കോളൂ. അതിഥി ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോയി. രഞ്ജിത്തും പീയൂഷും ഒരു ടെൻറ്റിൽ കിടന്നു. അവർ കിടന്ന് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിരുന്നു. ആർക്കും ഉറക്കം വരുന്നില്ലായിരുന്നു. അപ്പോഴാണ് സനയുടെ ടെൻറ്റിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. സന ടെൻറ്റിൻ്റെ സിബ്ബ് തുറക്കുന്ന ശബ്ദം അവർ കേട്ടു. അവരും ഉടൻ തന്നെ പുറത്തിറങ്ങി. സനയുടെ കയ്യിൽ അവളുടെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അവൾ അവരോട് പറഞ്ഞു, എൻ്റെ അമ്മയുടെ 13 മിസ്ഡ് കോളുണ്ട്. എങ്ങനെയെങ്കിലും എനിക്ക് അമ്മയെ തിരികെ വിളിക്കണം. അമ്മ എൻ്റെ അനിയനോടൊപ്പം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എന്തെങ്കിലും അത്യാവശ്യമുണ്ടായി കാണണം. അതുകൊണ്ടാണ് ഇത്രയും തവണ വിളിച്ചത്. ഇതിനു മുമ്പ് ഒരിക്കലും അവർ ഇത്രയും തവണ വിളിച്ചിട്ടില്ല. നീ എൻ്റെ കൂടെ താഴേക്ക് കാട് വരെ വരണം. അവിടെ നെറ്റ്വർക്ക് കിട്ടും. അപ്പോൾ എനിക്ക് വിളിക്കാം എന്നവൾ പീയൂഷിനോട് പറഞ്ഞു. പീയൂഷിന് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അവൻ ഭയന്നിരുന്നു. അപ്പോൾ അവൾ അതിഥിയോട് പറഞ്ഞു, ദയവായി നീ എൻ്റെ കൂടെ വരൂ. എനിക്ക് അമ്മയോട് സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിഥി രഞ്ജിത്തിനെയും പീയൂഷിനെയും നോക്കി. അവൾ പോകാൻ തയ്യാറെടുക്കുമ്പോൾ രഞ്ജിത്ത് അവളെ തടഞ്ഞു. ആരും എങ്ങോട്ടും പോകുന്നില്ല. സന, നീ മിണ്ടാതെ അകത്ത് പോയി ഉറങ്ങ്. നാളെ രാവിലെ വിളിക്കാം അമ്മയെ. ഇത് കേട്ട സന ദേഷ്യത്തിൽ ഒറ്റയ്ക്ക് വനത്തിലേക്ക് പോയി. സന, പോകരുത്, ഇപ്പോൾ പോകുന്നത് ഒട്ടും സുരക്ഷിതമല്ല എന്ന് പറഞ്ഞ് അവരെല്ലാം വിളിച്ചു പറഞ്ഞു. പക്ഷേ സന കേട്ടില്ല. മൊബൈലിൽ നെറ്റ്വർക്ക് ലഭിക്കുന്നിടത്തേക്ക് അവൾ വേഗത്തിൽ നടന്നു പോവുകയായിരുന്നു. അതിഥി പറഞ്ഞു, നിങ്ങൾ അവളെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടരുത്. ഞാൻ അവളുടെ പിന്നാലെ പോവുകയാണ്. നിങ്ങൾ വരുന്നില്ലെങ്കിൽ വേണ്ട. ഇവിടെ രഞ്ജിത്തും പീയൂഷും അതിഥിയെ പിടിച്ച് അവിടെ ഇരുത്തി. രഞ്ജിത്ത് പറഞ്ഞു, ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിനക്കൊരു ധാരണയില്ല. മിണ്ടാതിരുന്ന നേരം വെളുക്കുന്നത് വരെ കാത്തിരിക്കൂ. സന തൻ്റെ ഫോണുമായി നെറ്റ്വർക്ക് കിട്ടേണ്ട വനത്തിലേക്ക് പോയി. ഏകദേശം 7-8 മിനിറ്റിന് ശേഷം അവർ സനയുടെ വളരെ ഉച്ചത്തിലുള്ള ഒരു അലർച്ച കേട്ടു. ഇത് കേട്ടപ്പോൾ അതിഥി അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. നിങ്ങൾ അവളെ ഒറ്റയ്ക്ക് പോകാൻ അനുവദിച്ചു. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞ് അവൾ വഴക്ക് പറയാൻ തുടങ്ങി. സനയുടെ മറ്റൊരു അലർച്ച അവർ വീണ്ടും കേട്ടു. അതിനുശേഷം 1.5 മിനിറ്റോളം പൂർണ്ണ നിശബ്ദതയായിരുന്നു. പിന്നീട് അവർക്ക് സനയുടെ വളരെ ദുർബലമായ ശബ്ദം കേൾക്കാൻ തുടങ്ങി. രക്ഷിക്കൂ, ദയവായി, അവൾ എന്നെ കൊല്ലും, ദയവായി രക്ഷിക്കൂ. അവൾ ഈ വാചകം പലതവണ പറഞ്ഞു. രഞ്ജിത്ത് അവരുടെ കയ്യിൽ മുറുകെ പിടിച്ച്, നിങ്ങൾ പ്രതികരിക്കരുത്, മിണ്ടാതെ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. അഘോരിബാബ രഞ്ജിത്തിന് നൽകിയ നൂൽ അദ്ദേഹം പുറത്തെടുത്തു. അവരെല്ലാവരും ആ നൂലിൽ പിടിച്ച് അവിടെ ഇരുന്നു. അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു. രഞ്ജിത്ത്, പീയൂഷ്, അതിഥി എന്നീ 3 പേരും ഒരേ ടെൻറ്റിൻ്റെ ഉള്ളിൽ പോയി മിണ്ടാതെ ഇരുന്നു. ആർക്കും ഉറക്കം വന്നില്ല. 15-20 മിനിറ്റ് വരെ അവർക്ക് സനയുടെ തുടർച്ചയായി വിളികൾ കേൾക്കാമായിരുന്നു. അതിനുശേഷം ആ ശബ്ദം പൂർണ്ണമായി നിലച്ചു. അതിഥി ടെൻറ്റിൻ്റെ ഉള്ളിലിരുന്ന് ഉച്ചത്തിൽ കരയുന്നുണ്ടായിരുന്നു. രഞ്ജിത്തും പീയൂഷും അവളെ ആശ്വസിപ്പിച്ചു.
അവർ രാത്രി മുഴുവനും ആ നൂലിൽ പിടിച്ചുകൊണ്ട് നിശബ്ദമായിരുന്നു. അവർ ഇത്രയധികം ട്രക്ക് ചെയ്തതിനാൽ വളരെയധികം ക്ഷീണിച്ചിരുന്നു. രാത്രി എങ്ങനെ ഉറങ്ങി, എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയില്ല. രാവിലെ രഞ്ജിത്ത് ഉറക്കമുണർന്നപ്പോൾ പീയൂഷും അതിഥിയും ബോധരഹിതരായി ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. രഞ്ജിത്ത് അവരെ വിളിച്ചുണർത്തി. അവർ ടെൻറ്റിൻ്റെ സിബ്ബ് തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് സന തൻ്റെ ടെൻറ്റിൻ്റെ പുറത്ത് നിശബ്ദമായിരിക്കുന്നതാണ്. രഞ്ജിത്തിനെ കണ്ടയുടനെ സന ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ച് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. രഞ്ജിത്ത് പരിഭ്രമത്തോടെ സനയെ നോക്കി. എന്താ പറ്റിയേ? ഇന്നലെ രാത്രി ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ല, എല്ലാവരും വല്ലാതെ പേടിച്ചു പോയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സന പറഞ്ഞു, എന്താണ് രഞ്ജിത്ത് ഈ പറയുന്നത്? നിങ്ങളല്ലേ എന്നെ വനത്തിൽ നിന്നും ഇവിടെ വരെ തിരിച്ചെത്തിച്ചത്? അവരുടെ തല കറങ്ങിപ്പോയി. സന എന്തായി പറയുന്നത്? അവൻ രാത്രി മുഴുവനും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പീയൂഷും അതിഥിയും ഞെട്ടലോടെ പറഞ്ഞു. രഞ്ജിത്ത് അവളെ ആശ്വസിപ്പിച്ചു. മിണ്ടാതിരിക്കെ, എന്താണ് സംഭവിച്ചതെന്ന് മുഴുവൻ പറയൂ. അപ്പോൾ സന പറയാൻ തുടങ്ങി. ഞാൻ വനത്തിലേക്ക് കുറച്ച് ഉള്ളിലേക്ക് പോയിരുന്നു. എൻ്റെ മൊബൈലിൽ നെറ്റ്വർക്ക് കിട്ടി. ഞാൻ അമ്മയെ വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ എത്തിയ ശേഷം ഒരു തവണ പോലും വിളിച്ചില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് വിഷമമായി. ഞാൻ സുരക്ഷിതമായി എത്തിയെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അമ്മ ഇത്രയും തവണ വിളിച്ചത്. ഞാൻ അമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം അപ്പോഴാണ് എൻ്റെ പിന്നിൽ ആരോ നിൽക്കുന്നതായി എനിക്ക് തോന്നിയത്. എൻ്റെ കഴുത്തിൻ്റെ അടുത്തായി വളരെ തണുത്തൊരു കാറ്റ് അനുഭവപ്പെട്ടു. ആരോ എൻ്റെ വളരെ അടുത്ത് വന്നിരിക്കുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു ചെവിയിൽ ഞാൻ ഫോൺ വച്ചിരുന്നു, മറ്റേ ചെവിയിൽ എന്തോ ഒരു ശബ്ദം കേട്ടു. ഞാൻ ഭയന്ന് ആ സ്ഥലത്ത് നിന്നും അല്പം മുന്നോട്ട് പോയി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കറുത്ത നിറത്തിലുള്ള ഒരു വല്ലാതെ ഭയപ്പെടുത്തുന്നൊരു നിഴൽ പോലെയുള്ളൊരു സ്ത്രീ എന്നെ തുറിച്ചു നോക്കുന്നു. അത് കണ്ട ഭയന്നു പോയ ഞാൻ അലറി വിളിച്ചു. പെട്ടെന്ന് ആ നിഴൽ വളരെ വേഗത്തിൽ എൻ്റെ നേർക്ക് വന്ന് എന്നെ ഇടിച്ചിട്ടു. ഞാൻ അവിടെ വീണുപോയി. ആരും എൻ്റെ കാലിൽ പിടിച്ച് താഴേക്ക് വനത്തിലേക്ക് വലിച്ചഴിക്കുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ രഞ്ജിത്തും പീയൂഷും അതിഥിയും ചോദിച്ചു, എന്നിട്ട് നീ എന്ത് ചെയ്തു? സന പറഞ്ഞു, ഞാൻ ഉച്ചത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്പസമയത്തിന് ശേഷം എനിക്ക് ബോധം പോയി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എൻ്റെ ബോധം ചെറുതായി തെളിഞ്ഞപ്പോൾ രഞ്ജിത്ത്, ഞാൻ നിങ്ങളെ മുന്നിൽ കണ്ടു. നിങ്ങളുടെ മുഖം വ്യക്തമായിരുന്നില്ല, പക്ഷെ അത് നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെന്നെ തോളിലെടുത്ത് ഇവിടെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം നിങ്ങളെന്നെ ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടത്തിയിട്ട് അവിടെ നിന്ന് പോയി. ഇതെല്ലാം കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. രഞ്ജിത്ത് ഒരക്ഷരം പോലും മിണ്ടിയില്ല. രഞ്ജിത്തും പീയൂഷും വേഗം ടെൻറ്റ് മടക്കി കെട്ടി അവർ താഴേക്ക് മടങ്ങി. അവർ അതേ മാഗി പോയിന്റിൽ തന്നെ വന്നു നിന്നു. അവിടെ വെച്ചവർ നേപ്പാളി അങ്കിളിനോടും ആൻറ്റിയോടും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, മക്കളെ, അതൊരു മായാ കാഴ്ചയായിരുന്നു. നിങ്ങൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. ഈ റോഡ് ഉണ്ടാകുന്നതിന് മുമ്പ് ദേവപ്രയാഗിലേക്ക് ആളുകൾ ഈ വഴിയിലൂടെയാണ് പോയിരുന്നത്. അപ്പോൾ ഒരു സ്ത്രീ ഈ വനം മുറിച്ചു കടക്കുന്നതിൻ്റെ ഇടയിൽ ശ്വാസം മുട്ടി മരിച്ചുപോയി. അവളുടെ ആത്മാവാണത്. അത് മായാക്കാഴ്ചയുടെ രൂപമെടുത്ത് ആളുകളെ വേട്ടയാടുന്നു. സന സഹായത്തിനായി വിളിച്ചപ്പോൾ നിങ്ങൾ വനത്തിൻ്റെ ഉള്ളിലേക്ക് പോയിരുന്നെങ്കിൽ നിങ്ങളാരും ജീവനോടെ തിരിച്ചു വരില്ലായിരുന്നു എന്നും ആൻറ്റി പറഞ്ഞു. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു, സന പറഞ്ഞത് ഞാനാണ് അവളെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നതെന്നാണ്. ഇത് നമ്മുടെ ഗ്രാമത്തിലെ ദേവതയാണ്. ഉത്തരാഖണ്ഡിലും ഹിമാചലിലും ഓരോ ഗ്രാമത്തിനും അവരുടേതായ ദേവതകളുണ്ട്. ആ ദേവതയാണ് സനയുടെ ജീവൻ രക്ഷിച്ചത് എന്ന് ആൻറ്റി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി കൈകൂപ്പി നിന്നു. ഇനി ഞങ്ങൾ ഈ ട്രെക്കിംഗ് പാതയിലേക്ക് വരുന്നില്ല എന്നവർ തീരുമാനിച്ചിരുന്നു. അങ്ങനെ അവരൊരു വിധത്തിൽ രക്ഷപ്പെട്ടു. എന്തായാലും പല പല കഥകളും പല ആളുകൾക്കും വിശ്വാസമുണ്ടാകില്ല, ചില ആളുകൾക്ക് വിശ്വാസമുണ്ടാകും. എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലവ് യു ഓൾ. ബൈ.